ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ച ഒരു സീക്രട്ട്, എൻ്റെ ട്രേഡ് സീക്രട്ട് എന്ന് പറയാം, അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. സാധാരണ ബുദ്ധിയുള്ള ഒരു കച്ചവടക്കാരൻ അവൻ്റെ ട്രേഡ് സീക്രട്ട് പറയാൻ പാടില്ല എന്നാണ് പറയുക. എന്നാലും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. പക്ഷേ നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുമ്പോൾ തിരിച്ചെന്ത് വേണം? തിരിച്ച് എനിക്ക് സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. എങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സംഭവങ്ങളൊക്കെ ഇതിൽ ചെയ്യുക. കാരണം ഞാൻ നിങ്ങൾക്ക് ഇത്രയും വാല്യൂ ആയിട്ടുള്ള ഒരു സാധനം എൻ്റെ സീക്രട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഇങ്ങോട്ടൊന്നും ഇല്ലെങ്കിൽ അത് വളരെ മോശമല്ലേ. അതുകൊണ്ട് സീക്രട്ട് പറഞ്ഞാൽ സീക്രട്ട് ഒന്നുമില്ല, എങ്ങനെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ മാറ്റുന്നത്, ഇതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയം. അപ്പോൾ എങ്ങനെയാണ് ഈ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നത്? ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഗ്രീൻ സ്ക്രീനാണ്. ഗ്രീൻ സ്ക്രീൻ അല്ലെങ്കിൽ ബ്ലൂ സ്ക്രീനാണ്. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. അത് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഇതാണ് ഗ്രീൻ സ്ക്രീൻ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഒരു പച്ച തുണി കെട്ടിയാൽ മതി, അതാണ് ഗ്രീൻ സ്ക്രീൻ. അല്ലെങ്കിൽ പച്ച പെയിൻ്റ് അടിച്ചാൽ മതി. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതാണ് ക്ലോത്ത്. ഞാൻ തുണിയാണ് കെട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ചുമരിൽ തുണി കെട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ക്ലോത്ത് വാങ്ങുമ്പം ഗ്രീൻ തന്നെ വേണമെന്നൊന്നുമില്ല, ബ്ലൂ ആണ്. ഇംഗ്ലീഷുകാരൊക്കെ സ്കിന്നിനാണ് ഗ്രീൻ കൂടുതൽ വേണ്ടത്. നമ്മളെ കേരളക്കാരൊക്കെ സ്കിന്നിന് ബ്ലൂ ആയാലും മതി എന്നാണ് പറയുന്നത്. അപ്പം ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ഉപയോഗിക്കുക. ഗ്രീൻ ഉപയോഗിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അങ്ങോട്ടോട്ട് മാറി അറിയില്ല കേട്ടോ. പിന്നെ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ തന്നെയാണ്, ബ്ലൂ ആണ് ഇന്ത്യക്കാരുടെയൊക്കെ കൂടുതൽ നല്ലത്. പിന്നെ അപ്പോൾ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീൻ ഇങ്ങനെ ഉപയോഗിക്കുക. ക്ലോത്ത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഇത് സ്റ്റിച്ച് ചെയ്തതാണ്. ഇതാ വാങ്ങിച്ചിട്ട് രണ്ട് ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിങ്ങനെ വെച്ചാൽ മതി. പക്ഷേ നിങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഗ്രീൻ സ്ക്രീൻ അല്ല, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ വരുന്ന സൺലൈറ്റാണ്. ഇത് കണ്ടോ നിങ്ങൾ? ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു ട്രൈപോഡ് വേണം. ഈ ട്രൈപോഡ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ മേജർ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന സൺലൈറ്റ് ആണ്. ഈ പുറത്ത് നിന്ന് നല്ല രീതിയിൽ സൺലൈറ്റ് വരും ഉള്ളിലോട്ടേക്ക്. അപ്പോൾ ഈ സൺലൈറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രീൻ സ്ക്രീനിന് ലൈറ്റിംഗ് ഒക്കെ ക്ലിയർ ആക്കുന്നത്. ഇതുണ്ട്, ഇതിലേക്ക് ഇപ്പോൾ നല്ല രീതിയിൽ സൺലൈറ്റ് വരും. എൻ്റെ കൈക്ക് വെച്ചാൽ ഉണ്ടോ? അപ്പോൾ നല്ല രീതിയിൽ സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുള്ളൂ. ലൈറ്റിങ് ഫെയിലായി കഴിഞ്ഞാൽ മൊത്തം ഫെയിലാവും. കാരണം നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ ലൈറ്റിങ് അത്ര പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ലൈറ്റ് വെച്ചിട്ട് പുറത്തുനിന്ന് ലൈറ്റ് വെച്ച് നിങ്ങളെ ഫേസിലേക്ക് അടിക്കണം. അതുപോലെ ഈ ക്ലോത്തിലേക്കൊക്കെ ലൈറ്റ് വരുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ അത് സക്സസ് ആയി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത്, അതായത് ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ബാക്കിലൊക്കെ ആയിട്ട് കുറേ സ്ട്രെയിൻസിങ് ഇങ്ങനെ വരും, പീസ് വരും. അപ്പോൾ അത് നമുക്ക് ഗ്രീൻ സ്ക്രീൻ പക്കയായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടികൾ മൊത്തം പിന്നെ സോഫ്റ്റ്വെയറിലാണ്, നമ്മൾ ആപ്പ് വെച്ചിട്ട്. ക്യാപ് കട്ടിലാണ് ഞാൻ പൊതുവേ ചെയ്യുന്നത്. ക്യാപ് കട്ടിൽ അപ്പോൾ എങ്ങനെയാണ് ഈ ക്യാപ് കട്ടിൽ ഈ സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ എഡിറ്റിംഗ് ചെയ്യുന്നത് ക്യാപ് കട്ടിലാണ്. അപ്പോൾ ക്യാപ് കട്ട് നമുക്ക് ഇവിടുന്ന് പ്ലേ സ്റ്റോറിന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഗൂഗിളിലൊക്കെ കയറി ചെയ്യേണ്ടി വരും. ഞാൻ പറ്റിയെങ്കിൽ ഇതിൻ്റെ ക്യാപ് കട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നോക്കട്ടെ, പറ്റിയെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടത്, അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ എങ്കിലും ഷെയർ ചെയ്ത് തരാം എന്തായാലും. അപ്പോൾ അതിനു മുന്നേ ഈ പ്രോട്ടോൺ എന്ന് പറയുന്ന VPN ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോട്ടോൺ നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്യണം. പിന്നെ അത് ഗൂഗിളിന് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഇത് ഓൺ ആക്കിയിട്ട് പിന്നെ ക്യാപ് കട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഓപ്പൺ ആക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൽ ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. ന്യൂ പ്രൊജക്റ്റ് എടുത്തിട്ട് നമ്മൾ ആദ്യം അതിലേക്ക് കൊണ്ടുവരേണ്ടത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വെക്കേണ്ട ആവശ്യമായ ഫോട്ടോ ആണ്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട്, നോക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഞാൻ ഡൗൺലോഡ് ആക്കി വെച്ച 2 ഫോട്ടോസ് ഉണ്ട്. ഒന്ന് ഇതും പിന്നെ ഇതും. അപ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്നത്. ഇത് വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല, ഏതായാലും എടുക്കാം. ഇനി ഇതാണെങ്കിൽ ഇത് എടുക്കാം. പക്ഷേ ഇതിൽ നമുക്ക് ഇതിനേക്കാളും ബെറ്റർ മറ്റേതായിരിക്കും. എന്തായാലും ഇതിൽ നോക്കാം. അപ്പോൾ ഇത് ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് താഴെ വന്നിട്ട് നമ്മൾ ആസ്പെക്ട് റേഷ്യോ ഒന്ന് കറക്റ്റ് ചെയ്യണം. അതായത് നമുക്ക് പിന്നെ 16:9 ആണ് വേണ്ടത്. അപ്പോൾ അത് തന്നെ കൊടുക്കും. 16:9 കൊടുത്തിട്ട് ഇത് കുറച്ച് സമയം വേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് സമയം കൂട്ടി വെക്കാം. ഇതാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ബാക്ക്ഗ്രൗണ്ട് അവിടെ വെക്കുക. വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഈ ഒരു വിസിബിലിറ്റി കുറച്ച് കുറക്കാം, ഒപ്പോസിറ്റി കുറച്ച് വെക്കാം വേണമെന്നുണ്ടെങ്കിൽ. അത് ആവശ്യം വരുന്നത് ചില കേസിൽ ഞാൻ ചെയ്യാറുണ്ട്. ഒപ്പോസിറ്റിന്ന് കുറച്ച് ഡിമ്മാക്കി വെക്കാം, നിർബന്ധമില്ല ചെയ്യണം. അപ്പോൾ ഇനി ചെയ്യുന്നതാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ച ആ വീഡിയോ കൊണ്ടുവരാന്നുള്ളത്, ഗ്രീൻ സ്ക്രീൻ കൊണ്ടുവരാന്നുള്ളത്. അപ്പോൾ ഇതിൽ ഓവർലേ എന്ന് പറയുന്നത് എടുക്കാം. താഴെ എഡിറ്റ് കട്ട് എന്നൊക്കെ പറയുന്നതിൽ ഓവർലേ എടുക്കുക. ഓവർലേയിൽ ആഡ് ഓവർലേ കൊടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ ഇവിടത്തേക്ക് കൊണ്ടുവരാം.
ഇന്നലെ ചെയ്ത് വെച്ച വീഡിയോ ആണ്. ഇതാണ് വീഡിയോ. ഇത് ജസ്റ്റ് ഇവിടത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ വീഡിയോ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ വോളിയം ഞാൻ കുറക്കുന്നുണ്ട്, കാരണം ഇതിന് അതിൻ്റെ വോളിയം കൂടി വരുന്നതുകൊണ്ട് കുറച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ പ്രസൻറ്റേഷൻ വീഡിയോ. ഞാൻ ജസ്റ്റ് നമുക്ക് കുറച്ചല്ലേ സമയം ചെയ്യാനുള്ളൂ, അതുകൊണ്ട് കട്ട് ചെയ്യാം. ബാക്കി പോർഷൻ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ വെക്കുക, എവിടെ കട്ട് ചെയ്യേണ്ടത് വെക്കുക. താഴെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതിൽ ക്ലിക്ക് ചെയ്താൽ സ്പ്ലിറ്റ് ആയി. എന്നിട്ട് നമുക്ക് ഈ സ്പ്ലിറ്റ് ചെയ്തതിൽ ഇതാണെങ്കിൽ ടച്ച് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യാം. ഈ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം ഇവിടെ ഡിലീറ്റ് പറ്റുന്നുണ്ട്. ഇത് VN-ലായാലും ഇതിലായാലും എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇനി ഇത്രയും മാത്രം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇത് എടുത്തിട്ട് സെലക്ട് ചെയ്യുക. ഇത് കുറച്ച് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. റീലൈറ്റ് ഒക്കെ ഉണ്ട്. റീലൈറ്റ് വെച്ചിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ മാറ്റാൻ പറ്റും. അത് ഒരുപാട് എഫക്ട്സ് ഉണ്ട് ഇതിൽ അഡ്ജസ്റ്റ് എടുക്കുക. ഈ അഡ്ജസ്റ്റിൽ വന്നിട്ട് നമുക്ക് എൻ്റെ ഈ ഫേസിൻ്റെ കുറച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് നമുക്ക് കുറച്ച് കോൺട്രാസ്റ്റ് കൂട്ടാം, അതുപോലെ സാച്ചുറേഷൻ ഒന്നും തുടങ്ങണ്ട. പിന്നെ അതുപോലെ തന്നെ ഹൈലൈറ്റ് നോക്കാം, അത് അഡ്ജസ്റ്റ് ആവും നമ്മുടെ ഫേസ്. നമുക്ക് ചിലപ്പോൾ നല്ല ഫേസിലേക്ക് നല്ല ലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. വൈറ്റ്സ് ഒക്കെ കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. പിന്നെ പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്ന ഈ ടെമ്പറേച്ചറാണ്. ചിലപ്പോൾ ഓറഞ്ച് കളറാണെന്നുണ്ടെങ്കിൽ നമുക്കത് മോർണിംഗ് എടുത്തതുപോലെ ആക്കണ, കുറച്ച് ബ്ലൂയിഷ് കയറ്റി കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ലൈറ്റ്. അപ്പോൾ ഇതാണ് ഇതിൽ ചെയ്യാനുള്ളത്. കാര്യമായിട്ട് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ചെയ്യാനുള്ളൂ. അതുപോലെ ബ്രൈറ്റ്നസ് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കൊടുക്കുന്ന ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിർബന്ധമില്ല, അത് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ ഇത് നമ്മൾ ഓക്കെ അടിച്ചു. ഇനി ചെയ്യേണ്ടത് ഇതിൽ വന്നിട്ട് വീണ്ടും ടച്ച് ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ BG റിമൂവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ ഓട്ടോ റിമൂവ് എടുത്ത് ഓട്ടോമാറ്റിക് റിമൂവ് ആവുമെങ്കിൽ നമുക്കതൊരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ക്രോമ കീ ആണ് കൊടുക്കേണ്ടത്. ക്രോമ കീ കൊടുത്തിട്ട് നമ്മൾ ഈ ഗ്രീൻ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോകും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കറക്റ്റായിട്ട് നമ്മൾ പിന്നെ ലൈറ്റ് ഇല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം വരും, ഗ്രെയിൻസ് വരും. അപ്പോൾ ഇതിവിടെ വെച്ചിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് കുറച്ച് കൂട്ടി കൊടുത്താൽ കറക്റ്റ് നോക്കി ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ആ ഷർട്ടിൻ്റെ ഉള്ളിലൊക്കെ കട്ടായിട്ടൊക്കെ പോകും. ഒരുപാട് ഇൻറ്റൻസിറ്റി ഇട്ടാൽ കുറേ ഭാഗങ്ങൾ കട്ടായിട്ട് പോകും. നമ്മൾ പിന്നെയാണ് മനസ്സിലാക്കുക. ഇങ്ങനെ കൊടുത്തു. ഇനി നോക്കി അടിച്ചു. ഇനി ഇതിൽ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ തലേൻ്റെ അവിടെയും ഷർട്ടിൻ്റെ അവിടെയൊക്കെ ഗ്രീൻ വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ നേരത്തെ എടുത്ത അഡ്ജസ്റ്റ്മെൻറ്റിന് എടുക്കുക. അഡ്ജസ്റ്റ് എടുത്തിട്ട് കുറച്ചിങ്ങോട്ട് സ്ക്രോൾ ചെയ്താൽ HSL ഉണ്ടാവും. ഈ HSL ഗ്രീനിലേക്ക് വന്നിട്ട് ഇതിൽ സാച്ചുറേഷൻ കംപ്ലീറ്റ് 0, ലൈറ്റും 0 ആക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഗ്രീൻ കംപ്ലീറ്റ് അങ്ങ് പോയിട്ട് ഇത് ചെയ്തിട്ടെങ്കിൽ ചിലപ്പോൾ തലയിലെ ചുറ്റുമൊക്കെ നമുക്ക് ആ ഗ്രീൻ വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നോക്കും കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് കട്ടായില്ലേ. ഇങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നത്. ഇതിൽ ലൈറ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ലൈറ്റ് കറക്റ്റായിട്ട് നോക്കാം. പിന്നെ ഗ്രീനോ ബ്ലൂവോ ഉപയോഗിക്കാം. ബ്ലാക്ക് ഉപയോഗിച്ചാൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളയാതെ തന്നെ നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാം. ഇനി ഇതിൽ തന്നെ നമ്മൾ വീടിൻ്റെ പുറത്തുനിന്നൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ബാക്കിൽ മരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, റീലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിൽ റീലൈറ്റ്, ഇവിടെ ഈ റീലൈറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ കളറൊക്കെ മാറ്റാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മൊത്തം മാറ്റിയിട്ട് നമുക്ക് റെഡ് ഇതൊക്കെ ആക്കിയിട്ട് ലൈറ്റ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ കൊടുത്ത എഫക്റ്റ് ആവുമെന്ന് നോക്കട്ടെ, കുറച്ച് ടൈം എടുക്കും അത് എഫക്റ്റ് ആവുന്നുണ്ട്. കണ്ട കളർ മാറുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? ആ റെഡ് ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ? ഉണ്ടോ? ഇതുപോലെ നമുക്ക് റീലൈറ്റ് ചെയ്യാൻ പറ്റും. ഇത് മറ്റൊരു കളർ. ഇതിപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പം എന്തെങ്കിലും ചെടിയോ മരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാണാൻ രസമുണ്ടാവും. അതുപോലെ വെറും റൂമിൽ നമ്മൾ വൈറ്റ് റൂമിൽ എടുത്താൽ പോലും നമുക്ക് ഇതുപോലെ റീലൈറ്റ് വെച്ചിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ കുറച്ച് മാറ്റം വരുത്താൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാതെ മാറ്റം വരുത്താൻ പറ്റും. നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഇവിടെ എക്സ്പോർട്ട് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എക്സ്പോർട്ട് ആയിട്ട് കിട്ടും. ഇത്രയാണ് CapCut നമുക്ക് ചെയ്യാനുള്ളത്. ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ CapCut എഡിറ്റ് ചെയ്തത് മറ്റും ഞാൻ കാണിച്ചു തന്നു. ഇനി
നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആണ്. ബാക്ക്ഗ്രൗണ്ടിൻ്റെത് ഞാൻ ചെയ്യുന്ന രീതി, അതായത് ഞാൻ ചെയ്യുന്ന മെത്തേഡ് വേറെയാണ്. ഞാനപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചെയ്യണമെന്ന് പറയാത്തതിൻ്റെ കാരണം, അതൊരു കോഴ്സായിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ പഠിക്കുന്ന കാര്യം ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞാലേ അവർക്കൊരു വിഷമം ഉണ്ടാവില്ല. കാരണം അവർക്ക് പൈസ എല്ലാം കൊടുത്ത് പഠിച്ചിട്ട് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് വന്ന് പറയുക എന്നുള്ള ഒരു ഇത് വരും. അതുകൊണ്ട് തൽക്കാലം ഞാൻ അത് പറയുന്നില്ല. വേണമെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആലോചിക്കാം. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇപ്പോൾ തമ്പനിയിൽ കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് ഞാൻ താഴെ നമ്പറുണ്ട്, എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറേ ആളുകൾക്ക് കുറേ ദിവസങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യമായതുകൊണ്ട് ഉപകാരപ്പെടും തോന്നുന്നു. അപ്പോൾ എല്ലാവരും സബ് ചെയ്യാത്തവർക്ക് സബ് ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.